രാവിലെ തന്നെ നല്ല മടിയായിട്ടാണ് എണീച്ചത്. ഉം ഒരുപാട് പണി പെൻഡിങ് ഉണ്ട്. അപ്പൊ എണീക്കാതെ വേറെ വഴിയില്ല. നോക്കാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീച്ച് ചായപ്പൊടിയും കഴിഞ്ഞ് വീട്ടിൽ കിടന്നു. പുറത്ത് നല്ല മഴ. എന്തൊന്നും പുതച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റും. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് പരിപാടികളുണ്ട്. മടി പിടിച്ച് ലാസ്റ്റിക്ക് വെച്ച് ഇപ്പൊ എന്തായാലും ടൈം ഈസ് ഓവർ. അപ്പൊ ഇനി കിടന്നുറങ്ങാൻ വാങ്ങിച്ച ആ ഒരു കോസ്മെറ്റിക്കിന്റെ ഓർഗനൈസർ ആട്ടോ അത്. ഇത് ഞാൻ അതിന് മുന്നേ വാങ്ങിച്ച ഒരു ജ്വല്ലറി ഓർഗനൈസർ ആണ്. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ ആകെ പരന്ന് അലങ്കോലായി കിടക്കായിരുന്നു. ഇപ്പൊ ഡീസന്റ് ആയി പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹെയർ ആക്സസറീസ് സൈഡിലുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. നമ്മളെ മേക്കപ്പ് സാധനങ്ങളും സംഭവങ്ങളും ഹെയർ ആക്സസറീസും അങ്ങനെ എല്ലാം ഈ ഒരൊറ്റ സാധനം ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഷെൽഫ് ആണ് വൃത്തിയായി. ഇതിന്റെ ഹെയർ ആക്സസറീസ്, സൺസ്ക്രീന് പിന്നെ അവിടെ എൻ്റെ ഹെയർ കെയർ പ്രോഡക്ട്സുകളാണ് ഇവിടെ ഉള്ളത്. ഹെയറിന്റെ ഷാംപൂ, കണ്ടീഷണർ, സിറം. അത് ബാത്റൂമിൽ വെച്ചാൽ പെട്ടെന്ന് തീരുമാനമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് സെറ്റ്. പിന്നെ ഈ ഒരു കോസ്മെറ്റിക് ഓർഗനൈസറിന്റെയും ഈ ഒരു ജ്വല്ലറി ഓർഗനൈസറിന്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. ഓൾറെഡി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ ഒരുക്കാനും ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. മുമ്പൊക്കെ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം യാത്രക്കുള്ള കാര്യങ്ങൾ, അതായത് ടിക്കറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഉള്ള സാധാരണ കാര്യങ്ങൾ, ലീവ് എടുക്കുന്ന കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള്, ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങള്, ടിക്കറ്റ്സ്, ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നത്തെ ടെൻഷൻ എന്താണ്? ഡ്രസ്സ്, കൊണ്ടുപോകേണ്ട സാധനങ്ങള്. ഇതൊക്കെയാണ് പിന്നുള്ള മെയിൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്നും മിന്ത്രന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം.
അപ്പൊ ഗൈസ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വാങ്ങിയ സാധനങ്ങൾ. ഓഫ്ലൈനായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഈ സൈഡിലുണ്ട്. മീഷോന്നും ഫ്ലിപ്കാർട്ടിനും മിന്ത്രയെന്നൊക്കെ വാങ്ങിയ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതാ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട്. ഡ്രസ്സായിട്ട് ആക്സസറീസും ഡ്രസ്സും കാര്യങ്ങളും. മെയിൻ ആയിട്ട് മറന്നു, മെയിൻ ആയിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു പെട്ടിയിൽ കൊള്ളിച്ചു കൊണ്ടുപോകണമല്ലോ. ആ ഒരു പെട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആകെ ടോട്ടൽ നമുക്ക് 7 kg അലൗഡ് ഉള്ളൂ. പിന്നെ നമുക്ക് എക്സ്ട്രാ ലഗേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല 7 kg ഒതുങ്ങി കിട്ടുമെന്ന്. പിന്നെ വേറെ സാധനം ഉണ്ട്, ഓഫ്ലൈനായിട്ട് വാങ്ങിയ സാധനം ഉണ്ട്, ചെരുപ്പ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇതെല്ലാം കൂടി എവിടെ എത്തും എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ. വന്ന സമയത്ത് ഞാൻ ഈ സംഭവങ്ങൾക്ക് കൊറിയർ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കി, സൈസ് ഓക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് അതുപോലെ കവറിലിട്ട് വെച്ചതാണ്. ട്രിപ്പ് ടിക്കറ്റ് കൺഫേം ആയ അന്ന് തൊട്ട് ഞാൻ പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കുറെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ സാധനങ്ങൾ ഞാൻ റിട്ടേൺ അയച്ചു. അതൊന്നും വീഡിയോ എടുക്കാനോ ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ നല്ല പ്രോഡക്റ്റുകളായിരുന്നു. സൈസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതിനെ കൊണ്ടാണ് പലതും റിട്ടേൺ ചെയ്യേണ്ടി വന്നത്. എന്തായാലും അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പോയത് പോയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ. മെയിൻ ആയിട്ട് ഞാൻ കാണിച്ചില്ലല്ലോ, നല്ല ക്യാരി ബാഗ് ഒന്നുമില്ല. നമുക്കിപ്പോ ക്യാബിൻ ബാഗ് ആണ് വേണ്ടത്. വേറെ നമുക്ക് നമ്മളെ കയ്യില് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്യാബിൻ ബാഗ് ആണ് വേണ്ടത്. എന്താന്ന് വെച്ചാല് നമുക്ക് വേറെ ടിക്കറ്റിൽ ആകെ 7 kg മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൊണ്ടുപോകാം, എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോ എങ്ങനെയാവുമെന്ന് നോക്കാം നമുക്ക്. പക്ഷെ ഇതാണ് നമ്മളെ ബാഗ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ ഈ ഒരു ക്യാരി ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാ ഈ ഒരു ട്രോളി ബാഗ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡാർക്ക് കളറ്, ബ്ലാക്കും അല്ല ഗ്രേയും അല്ലാത്തൊരു കളറ് ബാഗ്. സ്മോൾ സൈസ് ആണ് കേട്ടോ. എന്തൊക്കെ ഡീറ്റെയിൽഡ് ഓപ്പണിംഗ് വീഡിയോ ഞാൻ കാണിക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 1000 സംതിങ് ആണായിരുന്നു. ഷോപ്പിൽ ഒക്കെ ഞാൻ 2-3-4 ഷോപ്പിലൂടെ നാട്ടില് ചെമ്മാടുള്ള ഷോപ്പിലൊക്കെ അന്വേഷിച്ചു. ഒക്കെ 2000 അബവ് ആണ്. അപ്പൊ ഞാൻ പോയി കണ്ടത് കൊണ്ട്, സാധനങ്ങളൊക്കെ പോയി കണ്ട് എല്ലാം എടുത്ത് നോക്കിയതിനെ കൊണ്ട് ഈ ഒരു സാധനം വന്നപ്പോ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം തോന്നിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബാഗിന്റെ ഓപ്പണിംഗ് വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ബാക്കി വീഡിയോ നെക്സ്റ്റ് ആയിട്ട് കാണിക്കട്ടാ. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം.